ആ കയറ്റം മൊത്തം സൈക്കിൾ കൊണ്ട് ഉന്തിക്കയറ്റി ജോക്കുട്ട മേളി വന്നപ്പോൾ അവൻ മടുത്തിട്ടുള്ള കാര്യം ഉറപ്പാണ്. അത് ജോക്കുട്ടിന്റെ താഴെ കൈ വെച്ചുകൊണ്ടുള്ള നടപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഇത്രയും ദൂരം കയറ്റൊക്കെ കയറി എല്ലാവരും ഏകദേശം മടുത്തിട്ടുണ്ട്. നേരത്തെ മച്ചാനയിൽ ഒറ്റ കുടയായിരുന്നു കൊടുത്തത്, ഇപ്പൊ വന്നപ്പോ രണ്ടായിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ മഴയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മഴയുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. വിസാറ്റി കോളേജിന്റെ അങ്ങോട്ട് ഇനി 1 കിലോമീറ്ററിൽ കൂടുതൽ നടക്കാനുണ്ട്. സ്പോട്ട് തന്നെ വിസാറ്റി കോളേജിന്റെ അടുത്ത് തന്നെയാണ്. ജോക്കുട്ടൻ സൈക്കിൾ ചവിട്ടിയ മടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചവിട്ടാനുള്ള അഭ്യാസമാണ് നിങ്ങൾ ഈ കാണുന്നത്. സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ പണിപാളി. അതുകൊണ്ട് ജോക്കുട്ടൻ തന്നെയാണ് ഇനി സൈക്കിൾ ചവിട്ടുന്നത്. കാര്യമായിട്ട് ഒരു വലിയ കയറ്റം കഴിഞ്ഞാണ് ഇവിടം വരെ എത്തിയത്. എന്നാലും ചെറിയൊരു കയറ്റം ടൈപ്പാണ് ഇവിടെ. അതുകൊണ്ട് സൈക്കിളിൽ ചെറുതായിട്ട് തള്ളി കൊടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോകത്തില്ല പെട്ടെന്ന്. സൈക്കിളിന്റെ പുറകെ ഞാനായിരിക്കണോണ്ട് അതാണ് എന്റെ ജോലി. ഇപ്പോൾ പശു വട്ടം ചാടിയോണ്ട് ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. ഇറക്കായതുകൊണ്ട് ജോക്കുട്ടന്റെ സൈക്കിൾ ചവിട്ടിന്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് ഞാനൊരു പരിവായിട്ടുണ്ട്. റോഡിന്റെ കണ്ടീഷൻ പ്രമാണിച്ച് ഞാനിരിക്കുന്നത് കാരിയറിലായതുകൊണ്ട് എന്റെ കാര്യം തീരുമാനമാണ്. ഈ ഒരു ഇറക്കം കഴിഞ്ഞാൽ പിന്നെ ഇറക്കില്ല മക്കളെ, പിന്നെ മൊത്തം കയറ്റാണ് കയറ്റം. ഈ കയറ്റം കയറുമ്പോൾ എനിക്ക് ടിസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇത്ര നേരം സൈക്കിൾ ചവിട്ടിയ ജോക്കുട്ടനായതുകൊണ്ട് ഇനി കയറ്റേണ്ട മൊത്തം ഞാനാണ്. കുറച്ച് പാർട്ടിലൊക്കെ ജോക്കുട്ടനും കയറ്റും. മലയിലെ കയറ്റം കയറിയ സൈക്കിളും ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വിസാറ്റി കോളേജിലേക്ക് 200 മീറ്റർ ആണുള്ളത്. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.